അല്ലാഹു 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 അല്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ ബൃഹത്തായ ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. അവയുടെ സൃഷ്ടിപ്പ്, സഞ്ചാരം, ഉദയാസ്തമനം എല്ലാം റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലാഹു തആല പറയുന്നു, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഇത് ഉന്നതനും മഹോന്നതനുമായ അള്ളാഹുവിന്റെ തർത്തീബാണ്, ക്രമീകരണമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂര്യനെ സംബന്ധിച്ച് ഒരു അധ്യായം തന്നെ കാണാൻ കഴിയും. സൂറത്തു ശംസ് വശംസി വളുഹാഹ. സൂര്യനെ തന്നെ സത്യം, അതിന്റെ പ്രഭ തന്നെ സത്യം. സൂര്യന്റെ പ്രഭക്ക് ഭംഗം വരുന്നതും റബ്ബിന്റെ തീരുമാനപ്രകാരമാണ്. അന്ത്യനാളാകുമ്പോൾ അതിന്റെ പ്രകാശം പരിപൂർണമായി ഇല്ലാതായി തീരും. ഇത് ശംസു കുവ്വിറത്. എന്നാൽ ഇടയ്ക്കിടെ സൂര്യനും ചന്ദ്രനുമൊക്കെ ഗ്രഹണം ബാധിക്കാറുണ്ട്. ആ ഗ്രഹണ സമ്പ്രദായത്തെ സംബന്ധിച്ച് ജാഹിലിയ കാലഘട്ടത്തിലെ വിശ്വാസമായിരുന്നു, നല്ല ആളുകളുടെ മരണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജനനത്തിന്റെ പേരിലോ ആണ് ഗ്രഹണം സംഭവിക്കുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ ജനങ്ങൾ പറയാൻ തുടങ്ങി, ഇൻകസഫത്തി ശംസു ലിമൗതി ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ മരണം കൊണ്ടാണ് സൂര്യന് ഗ്രഹണം സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ജനങ്ങളെ തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ല. സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തമാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. ഏതെങ്കിലും ഒരാളുടെ മരണത്തിന്റെ പേരിലോ ജനനത്തിന്റെ പേരിലല്ല അതിന് ഗ്രഹണം സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഗ്രഹണം നിങ്ങൾ ദർശിച്ചു കഴിഞ്ഞാൽ, ഫദ്ഉല്ലാഹ് വസല്ലു. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കിൻ. അള്ളാഹുവിലേക്ക് നമസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള സൂര്യഗ്രഹണങ്ങൾ സംഭവിക്കുമ്പോൾ ഇസ്തിഗ്ഫാറിലായി, നമസ്കാരത്തിലായി അള്ളാഹുവിലേക്ക് അടുക്കുക. ഗ്രഹണ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു അമലാണ്. നാളെ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിലേക്ക് നീങ്ങുകയാണ്. അരനൂറ്റാണ്ടിനിടെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇന്ത്യൻ സമയം രാത്രി 9:12 ആരംഭിക്കുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2:22 വരെ അത് നിലനിൽക്കുന്നതാണ്. ഏപ്രിൽ 8 അപൂർവ കാഴ്ച നമുക്ക് ആകാശത്ത് ദർശിക്കാൻ കഴിയും. 4 ഗ്രഹങ്ങളെയും ഒരു വാൽ നക്ഷത്രത്തെയും കൂടി കാണാവുന്ന അവസരമാണ് ശാസ്ത്രലോകത്തിന് ലഭിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ അവനെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ കാലവിപത്തുകളിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും ലോകരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ